ഞങ്ങൾ കുഞ്ഞുള്ളിരിക്കുന്നു. ഹായ് ബോലോ ബൈ. മറ്റേ ബാന്തസന്ദ്രയുടെ അവിടെ നിൽക്കുക, ബസ് കാത്ത്. ബസ് കിട്ടി. ദേ ബസ് ഇതാ ദൂരേന്ന് വരുന്നുണ്ട്. ദേഖോ ബസ് ആ രഹി ഹേ. ഓക്കെ ബൈ ഗൈസ്. അതൊരു ട്രക്കായിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. ഹരിയാന ട്രാവൽസിൻ്റെ. ഞങ്ങളവിടെ നിന്ന് നടന്നായിരുന്നു പാലത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി കയറാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പം തന്നെ താഴെ കൂടെ വണ്ടി വന്നായിരുന്നു. അത് നിർത്തി തന്നു. അതിൽ കയറി 500 കൊടുത്തു. 200 സംതിങ് അല്ല അങ്ങോട്ടേ ആയിട്ടുള്ളൂ. ബാക്കിയാൾ തരണം. തന്നിട്ടുള്ളത് തരുമായിരിക്കും. ഓക്കെ ബൈ. അനിയ ബൈ ഗൈസ്. പ്ലാനിൽ കുറച്ച് ചേഞ്ചായി. ഞങ്ങൾ അജ്മീർ ഇപ്പം എത്തും ബസ് സ്റ്റാൻഡിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചണ്ഡീഗഡ് എത്തിയിട്ട് നേരെ ജസീമിൻ്റെ കൂടെ ഷിംലയ്ക്കാണ് പോകുന്നത്. ഒരു ദിവസം ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഗൗതമിനും വൈശാഖിൻ്റെയും മുഖത്ത് കാണുന്നത്. മുഖം കാണിക്കുന്നുണ്ടോ? എന്താ സന്തോഷം നോക്കൂ. അപ്പോൾ നമുക്ക് അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ കാണാം. ബൈ. ട്രെയിനിൽ കയറിയൊക്കെയാണ്. ഒരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഗൗതമിനെ കാണിച്ചു തരാം. ഗൗതം ഹായ് ബോലോ. അനിയ ഇങ്ങോട്ടൊക്കെ വീഡിയോൻ്റെ നമ്മൾ ട്രെയിനിൽ കയറിയത്. ഓക്കെ സുന്ദരമായ ഗൗതം. ഏത് കട? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി ഗൗതം വൈശാഖിനെ കാണിക്കട്ടെ. വൈശാഖ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒരു യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രമോദ് എന്ന് പറഞ്ഞ ചങ്ങായി സത്യം പറഞ്ഞാൽ എന്താ പറയുക, അങ്ങോട്ട് വാ എന്ന് പറയലുണ്ടായിരുന്നുള്ളൂ. അറിയാത്തൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വാന്നിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഒബ്വിയസ്ലി ചങ്ങായി ക്യാൻസൽ ചെയ്ത അവസാനം. ഞങ്ങളുടെ സ്ഥലം ഏതാന്ന് പറഞ്ഞപ്പോൾ ക്യാൻസലാക്കി. പിന്നെ ഇപ്പോൾ വേറൊരു വണ്ടി കിട്ടി. അയാൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. കറക്റ്റ് അങ്ങോട്ടേക്ക് എങ്ങനെയൊക്കെ എത്തി. എന്നിട്ട് ഇപ്പോൾ അത് കയറി യാത്ര തുടങ്ങിയേക്കാണ്. എക്സൈറ്റ്മെൻ്റൊക്കെ വളരെ കുറവാണ്. ബൈ. ഞങ്ങൾ ജസീമിൻ്റെ അടുത്ത് എത്തി. ഇതാണ് ജസീം. ഹായ് കാണിച്ചു. വൈശാഖ് തൂറിയിട്ട് വന്നേക്കാൻ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഷിംലയ്ക്ക് പോകാൻ തീരുമാനിച്ചേക്കാണ്. പണിഷ്മെൻറ്റുകൾക്ക് ശേഷം ഗൗതം, വൈശാഖ്, ഞാൻ, ജസീം ഞങ്ങളെല്ലാവരും ഇവിടെ ഷിംലയ്ക്ക് പോവാണ്. അപ്പം ഇവൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഇവിടുന്ന്. ബൈ ഗൈസ്. ബൈ പറഞ്ഞു. ബൈ. നമ്മൾ വണ്ടി കയറിയൊക്കെ ഷിംലയ്ക്കുള്ള വണ്ടിയാണെന്നും പറഞ്ഞ് ചിമ്മില എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഗൗതം വിത്ത് മീ, ജസീം, വൈശാഖ്, ജസ്റ്റ് അറ്റ് അവർ ബാക്ക്. അനിയ ഹായ് പറയും. അപ്പോൾ വണ്ടി ഇപ്പം എടുക്കും എന്നുള്ളൊരു കള്ള പറഞ്ഞിട്ടാണ് അയാൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയത്. ബട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ബൈ ഗൈസ്. അപ്പം ഞങ്ങൾ വണ്ടി കുറച്ച് നേരം നിർത്തിയേക്കാണ് എവിടെയോ കുറച്ച് നേരത്തേക്ക്. അപ്പം അവിടെ ഞങ്ങൾ നിർത്തി കാണിച്ചു തരാം അവിടെയൊക്കെ എവിടെ എങ്ങനെയാണ്. സ്കൈ കാണാൻ നല്ല ഫണ്ണാണ് ഇവിടെ. പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നിർത്തിയേക്കണേ. നമുക്ക് നടക്കാം. ഗൗതം വൈശാഖ് തിരിഞ്ഞു നോക്കണേ. ഹായ് ആട്ട് അവിടെ തിരിഞ്ഞു നോക്കിയാ. ഹായ് ആട്ട്. ആ മതി. ജസീം ആന്നേ ചെങ്ങായി ഏതാ നോക്കുന്ന. വേണ്ടി വരും.
ഞങ്ങൾ എവിടെ എത്തി? ഹിമാചൽ പ്രദേശ് എത്തിയിട്ടാണ് വണ്ടി. ഞങ്ങൾ സ്കൂട്ടർ റെൻ്റ് എടുത്തു. ഗൗതം ഒരെണ്ണം ഓടിക്കുന്നു, വൈശാഖ് ഒരെണ്ണം ഓടിക്കുന്നുണ്ട്. നമ്മുടെ ജസീമാണ് വൈശാഖിൻ്റെ പുറകിലിരിക്കുന്നത്. ഹായ് പറയൂ ജസീം. ഓക്കെ, എന്താണ് ഇത്രയും നേരം ഓടിച്ചതിലുള്ള എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഫണ്ണായിരുന്നു. കുറേ എക്സ്പീരിയൻസ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട് കുറേ കാലം ഓടിച്ചതിൻ്റെ. അതെ, ആദ്യം കുറച്ചായിരുന്നില്ല ബുദ്ധിമുട്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ലെസൺസ് ഒക്കെ ഓർക്കാൻ തുടങ്ങി. ഇങ്ങനെ അധികം ഗ്രിപ്പ് ചെയ്യരുത് എന്നൊക്കെ. എൻ്റെ ഇറ്റ് ഈസ് വെരി കോൾഡ് ഗൈസ്. യു ഷുഡ് നോട്ട് ബി ഡ്രൈവിംഗ് ദിസ് ക്ലൈമറ്റ്, ഷിറ്റി ക്ലൈമറ്റ്. അപ്പോൾ എല്ലാവരും ഞാൻ വൈശേരി എടുത്തിട്ടില്ലേ, ആദ്യത്തെ 2 സെക്കൻഡ് ഇങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പഴയ സാധനമൊക്കെ ഓർമ്മയൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം നല്ല വരാൻ തുടങ്ങി. അമ്മമാരെ ഓടിക്കുന്നുണ്ടോ? ഞാൻ സേഫ്റ്റി ഫസ്റ്റ്. നിർത്തണം, നിന്നെ കാണുന്നില്ല അതൊക്കെ. അല്ല, ഞാൻ അതിനിടയിലില്ലേ ഇപ്പുറത്തുനിന്നൊരു വണ്ടി എടുത്തു, നിർത്തിയിട്ടെടുത്തു. എന്നെ എടുക്കുകയാണോ? നിർത്തിയിട്ടെടുത്തുന്നൊരു വണ്ടി എടുത്തു. അപ്പോൾ ആ വണ്ടി എടുത്തപ്പോൾ ഞാൻ നിർത്തി കൊടുത്തു. അപ്പോൾ കുറേ വണ്ടി മുന്നിൽ എടുത്തു. ഞാൻ ഓവർടേക്ക് ചെയ്തു. അല്ല, ആദ്യം നിൻ്റെ മുന്നിൽ പോയ വണ്ടി എടുത്തു. നമ്മൾ ഇവിടെ നിന്ന് പോവാറായി. പിറ്റേ ദിവസമാണ്. ഗൗതം അതെ, കണ്ണാപ്പി. വൈശാഖ് ഇതാ പോന്നു. ഇതാ നമ്മൾ ലാസ്റ്റ് ഫുട്ടേജ് ഓടുന്നതിന് മുന്നേ ഉള്ള. ജസീം എവിടെയാ? ജസീം ഭയ്യ കഹാ പേ ആപ്? ഇവിടെ ഉണ്ട്. അവന്മാർ രണ്ടാളും ഇവിടെ കിടന്നത്. നാളും ഗൗതക്കുട്ടി അവലാഞ്ചിയോ? ഇതാണ് ഞങ്ങൾ കണ്ട വ്യൂ. നൈറ്റ് ഇതിലും നൈസായിരുന്നു. സോറി ഗൈസ്, ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇനി അവിടെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ വിഷ്വൽസ് ആയിട്ട് വരുന്നതായിരിക്കും. കുർഫിയിലേക്ക് പോകാനുള്ള വണ്ടി നോക്കി ഏതൊരു ട്രാവൽ ഏജൻസി ഞങ്ങൾ വഴിയിൽ നിന്ന് പിടിച്ചു. പക്ഷെ ഞങ്ങൾ അവർക്ക് വഴങ്ങിയില്ല. അവർ പറഞ്ഞു നാർഗോട്ടിൽ മഞ്ഞ് വീഴുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞ് വീഴുന്ന കാണാനായിട്ട് ഞങ്ങൾ നാർഗോട്ടിലേക്ക് പോവുകയാണിപ്പോൾ. കൂടെ ഗൗതം ഇരിപ്പുണ്ട്. ഇത് വൈശാഖ്. ഗൗതം കാണിച്ചു തരാം. വൈശാഖ് ഹലോക്ക് ജസീവേ നോക്ക് ഹായ് അടി. ഓക്കെ, അപ്പം ഇനി നാർഗോട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഇവിടുന്ന് 4 മണിക്കൂർ എന്നാണ് ഗൂഗിൾ മാപ്സിൽ കാണിക്കണേ. ഇവർ പറഞ്ഞു 12:30 എത്തിക്കുമെന്ന്. നമുക്ക് നോക്കാം. ബൈ. വണ്ടി വരുന്നുണ്ടേ. ഇതാ വഴി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിലാണ്.
ugly side of trekking. This is Jamalu. We are going to The snow Hatubi Peak. Oh, Bisa. അപ്പോൾ 6 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. സോ വണ്ടർഫുൾ. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അത്ര മഞ്ഞില്ലെങ്കിലും മഞ്ഞുള്ളോടത്ത് നല്ല മഞ്ഞുണ്ട്. വണ്ടർഫുൾ. Jamalu. കണ്ടോ? ഹായ് ഗൈസ്. ഹായ് പറഞ്ഞേ കണ്ടോ? ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് ടൈം ഇൻ ഹിമാചൽ. പിന്നെ ചെറിയ റോഡാണ്. ട്രാവലിങ് കുറച്ച് സീനാണ്. വണ്ടികൾ പോകുന്നുണ്ട്. ആകെ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പാണ്. അതെ വ്ളോഗിങ് ആണ്. ഹായ് ഗൈസ്. അപ്പോൾ എനിക്ക് ശ്വാസം പോലും കിട്ടാത്തതുകൊണ്ട് വ്ളോഗിങ് ജസീമിന് കൊടുത്തേക്കാണ് ട്രക്കിങ്ങിൻ്റെ. ജമാലു വൈശാഖ് ജമാലു ഉണ്ടാക്കി. അതെ. ഞാൻ കിമാലു ഉണ്ടാക്കി. കിമാലു ഞാൻ കിമാലു. അവൻ ജമാലു. ഗൗതമുണ്ട് ഗൈസ്. കോപ്പിറൈറ്റ് സസ്ത കോപ്പി എടുക്കുന്നു. ഗൗതം ഓൺ മേക്കിംഗ് വീഡിയോഗ്രാഫി. മേക്കിംഗ് മേക്കിംഗ് കിങ്. അപ്പം നല്ല വ്യൂ ആണ്, ഒന്നും പറയാനില്ല. സീന്. അപ്പോൾ മഞ്ഞുകാലത്ത് വന്നാൽ അതിനേക്കാളും അടിപൊളിയായിരിക്കും. കയറാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ആ നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കിടു. ഓ ചില സ്ഥലത്ത് നമുക്ക് ഷോർട്ട് കട്ടൊക്കെ എടുക്കാം. ഇത് ഭയങ്കര കുത്തനെയാ. ചില സ്ഥലത്ത് അവർ കമ്പിയിലിട്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴി കൂടെ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാൻ പറ്റൂല. പേടിക്കല്ലേ. 4.9 കിലോമീറ്ററും കൂടി ഏറെക്കുറെ ഒരു 5 കിലോമീറ്റർ കൂടി ബാക്കി ടു ദ ഹട്ടുബി പീക്ക്. വൈഷ്ണവിനെ കണ്ടാലറിയാം തളർന്ന് ഇല്ലാതായിരിക്കും. സ്റ്റിൽ സർവൈവിങ് ആൻഡ് ട്രൈയിങ്. കാർ വരികയാണ്. ചെറുതായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ട്, പക്ഷെ കാറ്റായിരിക്കണം. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം പോലെ ഉണ്ട് ഗൈസ്. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. കാറ്റായിരിക്കണം എന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാം ആ കാണാൻ മലയാളികളൊക്കെ മഞ്ഞുണ്ട്. എത്ര മഞ്ഞാലും കഴിഞ്ഞ് തുടങ്ങി എങ്കിലും സോഫാ അവിടെ വേറെ തീ വന്ന് തീയിട്ട് കത്തിച്ച് വൈൽഡ് ഫയർ ഒന്നുമില്ല, ചെറിയ ഹായ് ഗൈസ്. അപ്പോൾ സോ വണ്ടർഫുൾ കേട്ടോ. മണാലി കാലി പോലെയെങ്കിലും സോ വണ്ടർഫുൾ. നല്ല നാച്ചുറായിട്ട് ബ്ലെൻഡ് ആയിട്ട് Vaishnavi is still coming. She is still trying with this space. But guys, Jamalu Kimalu കൂടി ഒന്നാ കാണാൻ Let's check on process. Resi Godum. Godum ready? മൻമോഹൻ സിംഗ് ഓരോ മരത്തിനും ഓരോ കഥ പറയാനുണ്ട്. ഓരോ ചെടിക്ക് ഓരോ കഥ പറയാനുണ്ട്. ഈ സൈഡ് ആ സൈഡ് അങ്ങോട്ട് വന്നു. ആ സൈഡ് നല്ല 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 തിരക്ക് പ്ലീസ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ഥലം നല്ല സൈഡിൽ നിന്നെങ്കിൽ പണി കിട്ടും. ഓരോ വണ്ടിക്കും ഓരോ കഥ പറയാനുണ്ട്. ആ വൈഷ്ണവിക്ക് എന്തോ പറയുന്നു. വൈശാഖ് ജിമാലു കിമാലിന് ഒന്നാം കാണാൻ ജമാലു ജഗിക്കുമാലു അതിനോട് വ്ളോഗിങ് ആണ്. നിങ്ങൾ പറയും ആൾക്കുള്ള എനർജി ഇല്ലേ ഈ കേസ് വേറെ പറയും ട്രക്കിംഗ് നല്ല പങ്ക് അല്ല. ആ ഇവിടെ കുടിക്കാൻ തണുപ്പടിച്ചിട്ട് എന്തെങ്കിലും പറ്റും. വേറെ സീനില്ല. ഞാൻ ഗൗതമിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഈ വീഡിയോ ഒന്നും ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് വീഡിയോ ആക്കാം. അപ്പോൾ കാണാണെങ്കിൽ ഇതാ ഞാൻ കിമാലുവിനെ റൗണ്ട് ആക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് ബ്ലെൻഡ് ആക്കി ഒരു സ്നോമാൻ ആക്കണം. നമ്മൾ സ്നോ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ സ്നോ പോയിന്റിൽ എത്താൻ ഇനി ഒരു ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. ലെറ്റ്സ് ഗോ. യെസ്. ഇനി നോക്കിയാൽ നമുക്ക് കുറേ ഇനിയും പോകാനുണ്ട്. അതാ വണ്ടി ആയിരുന്നു. എല്ലാവരും സൈഡ് പിടിച്ചോ.
കൊക്കൻ്റെ സൈഡിൽ ജസം വെച്ച് ഇവിടുന്ന് താഴേക്ക് പോയ വണ്ടി എന്നതാ താഴെ ഉരുണ്ടെത്തും. പോവാനുണ്ട് നമുക്ക്, എപ്പോൾ തീരുന്ന അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. പാട്ട് വെച്ചിട്ട് അവളെ അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ജസീമും വൈശാഖ് ഇപ്പോഴും ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. വൈശാഖി അവിടെ പാട്ട് വെക്കാൻ നോക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എവിടെയും പോയിക്കില്ല. നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാം. സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് വലിയ വീഡിയോ ഒന്നുമില്ല. ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ, എന്നാലും വേറൊന്നുമില്ല. എന്നാലും നല്ലൊരു സ്പോട്ടാണ്. വെറുതെ വരുന്ന ആൾക്കാർക്കൊക്കെ റെസ്റ്റ് എടുക്കാം. ഗൈസ് ഏകദേശം ഒരു 15 ദിവസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. അധികം മഞ്ഞുമില്ല, ഇതുമില്ല, നല്ല ട്രക്ക് ചെയ്യാൻ പറ്റും. അതെ, സുഖമായിട്ട് ട്രക്ക് ചെയ്യാ. സത്യം സുഖമായിട്ട് ട്രക്ക് ചെയ്യാ. കാരണം നമുക്കിപ്പോൾ ശ്വാസം മുട്ടലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പറ്റും. കാരണം ഇവിടെ വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം, മഞ്ഞും കാണാം. അപ്പൊ ഗൈസ് എല്ലാരും അങ്ങോട്ട് നോക്കുക, ആ മലയിലേക്ക് നോക്കുക. നെറ്റിലടാ നോക്ക്, അതുണ്ടോ ആ മല? ആ മലയെ ഫുള്ള് മഞ്ഞ് കണ്ടോ? അതാണ് നമ്മളെ മല. ആ മല കണ്ടോ? ഫുള്ള് മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ. അതാണോ നമ്മള് എന്താ എൻ പോയിന്റ്? എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഇനിയും കുറച്ച് പോകാനുണ്ട്, പക്ഷെ അത്രയ്ക്ക് എന്തായാലും പോകും തോന്നുന്നില്ല. അതേപോലെ ഏതെങ്കിലും ലോക്കൽ മല കണ്ടാൽ നമുക്ക് കുറച്ച് മഞ്ഞ് കാണാം. താഴെയുള്ള മറ്റേ മാഗി എടുക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് പോയാൽ ഒരു 3 കിലോമീറ്റർ പോയാൽ മഞ്ഞ് തുടങ്ങുന്ന. ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ അത്യാവശ്യം നമ്മൾ പോയിട്ടുണ്ട് 4.5 കിലോമീറ്റർ. അപ്പോൾ ഇനിയും ഒരു 1.5 കിലോമീറ്ററും കൂടി പോയാൽ നമുക്ക് കിടന്ന് മഞ്ഞ് കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം ശരിയാണോ തെറ്റാണോ നമുക്ക് പോകുന്നവരെ അറിയാം. എന്തായാലും ഇപ്പം ഉണ്ടോ ഗൈസ്, കിടന്ന് വണ്ടി വരും അവിടെ കൂടെ. ചത്തില്ലെങ്കിൽ ഭാഗ്യം, നമുക്ക് കാണാം. ഗൈസ് നമ്മളെ ഫസ്റ്റ് സസ്ത സ്നോമാനായി നോക്കുന്നുണ്ട്. വൈശാഖത്തിനെ റെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കുത്താനൊരു കൊമ്പും ഒരു വായും കൂടി അതിന് കൊടുക്കണമെന്നുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് ഷേപ്പ്, ലുക്ക് അറ്റ് ദാറ്റ്. ഞങ്ങളെ ഫസ്റ്റ് ക്രിയേഷനാണ്. വൈശാഖാണ് താഴത്തെ വലിയ ഉണ്ട, ജസീമാണ് മേലത്തെ വലിയ ഉണ്ട. ജസീം അത് അവിടെ ഡ്രസ്സ് മാറ്റുന്നു. ന്യൂഡ് ജസീം. ഇതൊക്കെ നമുക്ക് പബ്ലിക് ന്യൂഡിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കേസെടുക്കണമെന്നാണ് എൻ്റെ ശക്തമായത്. ഷഡ്ഡിയൊക്കെ വരുന്നുണ്ട് ജസീം. നമുക്ക് ഈ സ്നോമാനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇനി സ്നോമാനിൽ ഒരു മൂക്കും 2 ഒരു വായും 2 കണ്ണൊക്കെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ബെറ്റർ ലൈറ്റ് ദാൻ നെവർ. സത്യമാണ്. ഞങ്ങളിതിന് മുന്നേ ജമ്മുവിൽ പോകാൻ പറഞ്ഞ ഒക്ടോബറിലൊരു പ്ലാൻ ഇട്ടിരുന്നു. അത് മുമ്പി വണ്ടി ആ പ്ലാൻ ഞങ്ങൾ ചെറുതായിട്ട് നടന്നില്ല. ഞങ്ങൾ ആദ്യം പ്ലാനൊക്കെ ഇട്ട് വലിയ ആവാന്നൊക്കെ വിചാരിച്ചതാണ്. ഒരു മിനിറ്റ്, അതിന് വേണ്ടി ഇത് കാണിച്ചു തരാം. അത് കണ്ടോ മഞ്ഞ്? കണ്ടോ? അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് നമ്മൾ ഷിംല ഇറങ്ങി. ഷിംലയിൽ മാൾ റോഡ് ഇറങ്ങി, ചർച്ച ഉണ്ട്. പിന്നെ നമ്മളെ പ്ലാന് കുഫ്രി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഫ്രിക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അവിടെ എന്താ പറയുക, ഞങ്ങളവിടെ ഏതൊരു എൻ്റെ ടണലായിരുന്നു, 50 ടണലെന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. വിക്ടറി ടണൽ ഇറങ്ങി. ബസ് അവിടെ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റ് ഗൈഡുകളും ഇവരൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളെ ചാമ്പാൻ നോക്കി. ഇത് ലോക്കൽ സാധനം, ഇതിൻ്റെ ഇതൊക്കെ ഇളകിപ്പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒക്ടോബറിൽ ജമ്മു പോകാൻ വിചാരിച്ചായിരുന്നു. തണുപ്പ് തുടങ്ങുന്ന സമയത്ത് മഞ്ഞ് കാണാൻ. ഏകദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും മഞ്ഞ് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ചെറുതായിട്ട് ഫണ്ടിൻ്റെ ഇഷ്യൂസ് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാനം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ പോക്ക് ഞങ്ങൾ ആദ്യം വെറുതെ കറങ്ങാൻ പോവുക, പടം കാണാൻ പോവുക എന്ന് വെച്ച് പ്ലാൻ ഇട്ടു.
പിന്നെ ജോധ്പൂരാക്കി. അപ്പോൾ ഞങ്ങൾ വെറുതെ രസത്തിന് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞു, ജസീനെ കാണാമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഓക്കെ പറഞ്ഞ് പെട്ടെന്നായിരുന്നല്ലോ. അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങി. അതിനുശേഷം ചണ്ഡീഗഡ് പോയി. ചണ്ഡീഗഡ് പോകുന്ന വഴി ജസീം വഴിയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞ് ഫോൺ വിളിച്ച് നമുക്ക് ഷിംല പോയാലോ. ആയിക്കോട്ടെ ഷിംല പോവാന്ന് പറഞ്ഞു. അടുത്ത ഷിംല പോവാ വെച്ച് ചണ്ഡീഗഡ് പോകുന്ന വഴി ചണ്ഡീഗഡ് പോയി ഞങ്ങൾ ജസീമിൻ്റെ അവിടെ നിന്നു, കുറച്ച് നേരം നിന്നു, ഭക്ഷണം കഴിച്ച് ഷിംലയ്ക്ക് ഇറങ്ങി. ഷിംല ആദ്യം ഇറങ്ങി തിരിച്ചു ഞങ്ങൾ ഹോട്ടലിൽ നിന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു കുഫ്രി പോവുക, എന്താ സമയം കളഞ്ഞു. പിന്നെ മാൾ റോഡ് അതൊക്കെ ഞങ്ങൾ വിചാരിച്ചു. റോഡൊക്കെ കാണണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം രാത്രി ഞങ്ങൾ അവിടെ എത്തി, ബൈക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ, എനിക്ക് ബൈക്ക് ഓടിക്കാറില്ല. ഇവന്മാർ രണ്ടാൾക്കും ബൈക്ക് സ്കൂട്ടി ചെറുതായിട്ട് ഓടിക്കാറിയാം, പക്ഷേ ഇതുവരെ ശരിക്കും ഓട്ടിച്ചിട്ടില്ല ഹൈവേയിൽ. അപ്പോൾ അതിന് ചെറിയ പേടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ മെല്ലെ പതിയെ നല്ല ടൈമൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 6-7 മണിയായി. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ബൈക്ക് സ്കൂട്ടിയിൽ പോകാൻ ചെറിയ പേടിയുണ്ടായി. പിന്നെ ഒടുക്കത്തെ തണുപ്പ് വരുന്നു. വേറെ എന്ത് പറഞ്ഞാൽ ആ ഗ്ലൗസ് ഇട്ടിട്ട് കയ്യെ കുറച്ച് പിടിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്നാലും രാവിലെ അതെ കുഫ്രി പോയിട്ട് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പോവാം. ഇപ്പോൾ കുഫ്രി ഞാൻ പറഞ്ഞില്ലേ, വിക്ടറി ടൗണിൽ എത്തിയപ്പോൾ അങ്ങനെ ടൂറിസ്റ്റ് ഗൈഡ്സിനെ കണ്ടു. ചാമ്പാ നോക്കി, കുഫ്രിയിലൊന്നുമില്ല, കാണാനൊന്നുമില്ല, മഞ്ഞില്ല. അപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു, നാർക്കണ്ട പോയാൽ മതി, അവിടെ നല്ല അവിടെ കൊണ്ടുപോവാ, അവിടെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് സൈഡിൽ നിന്ന്. ഞങ്ങൾ ഈ സ്ഥലത്തിന് പേര് കേട്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പം ഞങ്ങൾ ആ പേരൊക്കെ ഓർത്ത് വെച്ച് അപ്പം ഞങ്ങൾ ഡിഫൻഡറാ. അപ്പോൾ ഞങ്ങൾ എഴുതി. അപ്പോൾ ഞങ്ങളങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോണ്ട് ഹരിയാനേൻ്റെ ട്രാൻസ്പോർട്ട് ആയിരുന്നു. അപ്പോൾ അയാളവിടെ നിർത്തിയത്. അയാൾ ചോദിച്ച് കുഫ്രി പോകും, പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കയറുന്ന നോക്കി ഞങ്ങൾ ചോദിച്ചു നാർക്കണ്ട പോകും, പോകുന്നു. മഞ്ഞുണ്ടോ ചോദിച്ചു, മഞ്ഞുണ്ട്. അവിടെ ഒന്നും നോക്കിയില്ല, നാർക്കണ്ടയ്ക്ക് ടിക്കറ്റ് എടുത്ത്. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ എന്തോ സ്ഥലം തെറ്റിയടിച്ച് 4 മണിക്കൂറിനൊക്കെ കാണിച്ചു. അയാൾ പക്ഷേ 12 മണിക്ക് എത്തിക്കാൻ ഞങ്ങളെ പറഞ്ഞു. ഞങ്ങൾ ഓക്കെ പറഞ്ഞ് കയറിയിരുന്നു. വരുന്ന വഴിയൊക്കെ ഫണ്ണായിരുന്നു, നല്ല മലനിരകൾ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഫണ്ട് സ്ഥലമായിരുന്നു, കിടു സ്ഥലം, ഒന്നും പറയാനില്ല. കിടുവായിരുന്നു, നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. എന്താ ഓ ഗൈസ്, ഇതാ വരുന്നു ഗൈസ്. കണ്ണിലെയും മൂക്കിലെയും കുറവുണ്ട്, കയ്യിൻ്റെയും. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് സ്നോ പോയിന്റിൽ എത്തിയിട്ട് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ റെഡിയാക്കാം ഗൈസ്. We are on way guys. അപ്പോൾ ഗൈസ് അടിക്കുന്ന നല്ല ട്രെൻഡാണല്ലോ. അപ്പോൾ ഭയങ്കര ഗൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പം പിന്നെയും ട്രെൻഡ് ഇപ്പോൾ തോന്നുന്നു സുഹൃത്തുക്കളെ നമ്മൾ നാർക്കണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു വ്യൂ കാണിച്ചു. ഒന്നും പറയാൻ മക്കളെ. ടു സൂപ്പർ, ഒന്നും പറയാനില്ല. കണ്ടോ ഗൈസ്, ലാൻഡ്സ്കേപ്പിൽ വ്ളോഗിങ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഫോൺ പിടിക്കാൻ കുറച്ചുകൂടി സുഖം പോർട്രേറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ആക്കി തന്നെ, ഒന്നും പറയാനില്ല. വ്യൂ ഉണ്ടോ? കിടിലെന്ന് വെച്ചാൽ ഇത്ര നല്ല വ്യൂ ഉണ്ടോ? നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞിട്ടേ, കടയിൽ പോയി ഈ ഗ്ലൗസ് വാങ്ങുമ്പോൾ അയാൾ വാട്ടർ പ്രൂഫാന്ന് പറയും. അയാൾ 200 രൂപ വാങ്ങി, തെറ്റാണത്. ഇത് വാട്ടർ പ്രൂഫ് അല്ല ഗൈസ്. നമുക്ക് ഇതിൽ തന്നെ എടുത്താലോ, എന്നാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടും തിരി. നിങ്ങൾ 3 പേരുള്ള സെൽഫി എടുത്തോ? മക്കളെ കാണും, മക്കളെ അവിടെ മഞ്ഞുണ്ട് സ്ഥലത്ത്. അവിടെ നമ്മൾ അങ്ങോട്ട് തന്നെയാ തോന്നുന്നുണ്ടടാ, അത്ര അങ്ങോട്ടല്ല, പക്ഷെ ആ ഭാഗത്ത് എവിടെ തോന്നുന്നുണ്ട്. പോവാ.
ഇഷ്ടപ്പെട്ടു, ഒന്നും പറഞ്ഞില്ല. വാച്ച് സംതിങ്. ഒന്നും പറയാനില്ല എന്നുണ്ട്. പക്ഷെ പറയാൻ എന്തൊക്കെ തോന്നുന്നുണ്ട്. വ്യൂ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ആയിട്ട് നിന്നാലോ എന്ന് ആലോചിക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അവർ മുന്നിലെത്തി. ഞാനേ വ്ളോഗിങ് ലാൻഡ്സ്കേപ്പിലാക്കി. ആ ഇതിൻ്റെ ബ്യൂട്ടി കവർ ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് വേണം മക്കളെ. അപ്പോൾ നമ്മൾ നേരെ മുന്നിൽ കാണുന്നൊരു വലിയ മലയിൽ നിറയെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ല കാറ്റിൻ്റെ വെച്ചെന്ന്. എടാ കാറ്റിൻ്റെ വെച്ചടാ. എടാ ആ സ്കൂട്ടി പോവാൻ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോവാം. അവിടുന്ന് വലിയ വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് വാ. ഗൈസ് വാട്ട് എ വ്യൂ ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. പൊന്നെ ഇതുണ്ടോ മഞ്ഞുണ്ടോ? ഈ മലയിലെ മഞ്ഞ് നിങ്ങൾ കാണണം. വണ്ടി കാണുന്നുണ്ടോ? ഓ ഗൈസ്, ആ ആകാശത്തിൻ്റെ ഒക്കെ കളറുണ്ട്. ആ ബ്ലൂ. വൈശാഖ് അവൻ്റെ സ്നോമാനെ കാണിച്ച് എല്ലാവരും അസൂയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സോറി ഗൈസ്, ക്യാമറ ഇത് കൈ വെച്ചു. ഗ്ലൗ ഇട്ടോണ്ട് ഭയങ്കര സീനാണ് ഗൈസ്. കാറ് 2 വന്നു കഴിഞ്ഞാൽ സീൻ. അതൊക്കെ ജസ്റ്റ് മിസ്സിനാ, അല്ലെങ്കിൽ വണ്ടി മോരെത്തി. ഓ സീൻ ഡ്രൈവിങ്സ്. പോയിക്കോ നേരെ പോ. ठीक है भाई, चलो. ഓ എൻ്റെ പൊന്നു മോനെ, ജസ്റ്റിന് അടിപൊളി. ഓ അല്ല സമോസ കഴിക്കണോ ചോദിച്ചതാ. അടാ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കായിരുന്നില്ലേ? നമ്മൾ ഫോട്ടോ എടുത്ത് കുറച്ച് സമയം അവിടെ പോയി. കുറച്ചധികം വാഹനങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ കുറേ സമയം എടുത്തു. എടാ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. വേർഡ്സ് ഏത് വേർഡ്സാ അങ്ങനത്തെ? ആ നടന്നു ഞാൻ ഇപ്പം കണ്ടല്ലോ, നല്ല വ്യൂ. നമ്മളിങ്ങനെ വ്യൂ ആസ്വദിച്ച് ട്രക്ക്. വണ്ടർഫുൾ. വൈശാഖ് സ്നോമാനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫണ്ട്. പക്ഷെ ഞങ്ങളുടെ പാക്കിന്റെ തന്ത ജസീമാണ്. തന്തയാണ് വീഡിയോ എടുക്കുന്നത്. അവർ ഡാഡി ഡാഡി യു ഫൈൻ.
നസീമ ആലോചിക്കണ്ട ഏത് തെണ്ടികളുടെ കൂടെ കൂടിയത്. അവന്റെ പ്രായത്തിലുള്ള ആൾക്കാരെ വിചാരിച്ചു രണ്ട് പിള്ളേരെ കേട്ട് വരുന്ന ഗൗതമല്ലേ എന്റെ പ്രായത്തിൽ തീരുന്നില്ല. മഞ്ഞ എന്റെ കയ്യിലുണ്ട്. ചോര വെക്കാൻ തുടങ്ങുന്നുണ്ട്. മൂക്കിനുള്ളിൽ പൊട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. തണുപ്പുണ്ട്. അപ്പോൾ നല്ല കിതപ്പുണ്ട്. ട്രക്കിങ് എന്നാൽ പിന്നെ പൊതുവെ ഇങ്ങനെയാണ്, തണുപ്പുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ സാവധാനമല്ലേ, നമ്മൾ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ തീരെ പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണ്, പ്ലാൻ ചെയ്യാത്തൊരു സ്ഥലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി വ്യൂ കാണിച്ചു തരാം. You will have these views if you come here. Just mesmerizing. ഈ തണുപ്പത്ത് ഇതിൽ കൂടെ ഇറങ്ങി പട്ടിയൊന്നും അല്ലേക്കും, വല്ല സ്നോ ലെപ്പേഡ് എന്തെങ്കിലും വെറുതെ പറഞ്ഞ കഴിച്ച് ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞൂടാ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഹിമാചലാണല്ലോ, സ്നോ ലെപ്പേഡ് വല്ല ഉണ്ടെങ്കിൽ. എടാ വൈശാഖിൻ്റെ ഒരു ഭ്രാന്തുണ്ട് കഴിച്ച് എല്ലായിടത്തും. ലാൻഡ്സ്കേപ്പിലേക്കാക്കാം ക്യാമറ റൊട്ടേറ്റ് ചെയ്യും. കൈയൊക്കെ തണുത്ത് കൊച്ചു പിടിച്ച് ഞാൻ ആവേശത്തിൽ ഗ്ലൗവൊക്കെ ഊരിയിരുന്നു. മുകളിലേക്ക് കയറുന്നതോറും നല്ല തണുപ്പ് വരുന്നുണ്ട്. ഗൈസ് കുറച്ച് ഇതിൽ കൂടുന്നുണ്ട് എനിക്ക്, അത് ബോറാക്കുന്നില്ല. കാണുന്നില്ല. ഇവിടെ മഞ്ഞിൽ എന്തൊക്കെ വലിയ കാൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. ചെന്നായ വല്ലതും എന്തെങ്കിലുമൊക്കെയാണ്. ഒക്കെ എന്താണ് ഇത് വരുന്നിടത്ത് വെച്ചാണ് ടു നൈസ്. ഇതെങ്ങട്ടാ വാ വൈശാഖ് പോവാ. വൈശാഖ് സ്നോമാൻ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുക. നമ്മൾ ഇന്ന് അവിടെ 6 മണിക്കേ എത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഹാട്ടു മന്ദിർ 4 കിലോമീറ്റർ. ഓക്കെ ഗെയ്സ്, ഹാട്ടു മന്ദിറിലേക്ക് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് എത്തും? നമ്മളെ പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും രാത്രിയാവും അവിടെ എത്താൻ, ഈ പോക്ക് പോവാണ്. ആടാ എന്താ ആണോ? ചെന്നൈൻ്റെ കൂടി കുറവുള്ളൂ ഗൈസ്, അതിൻ്റെ കൂടി കുറവുണ്ടായി. സ്നോ ലെപ്പേർഡും കൂടിയാണെങ്കിൽ അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ, അതല്ല വൈഷ്ണവി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മാർക്ക് കാണുമല്ലോ, അങ്ങനെ ഇതുണ്ട് അതല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എഴുത്ത് കാണണം, ബോർഡ് ഉണ്ടാവും. അതല്ല, ഇത് കാട് പ്രദേശം എന്തായാലും മനസ്സിലായോ? അതല്ല മഞ്ഞ്. ഗൗതം ഈസ് സോ എക്സൈറ്റഡ്. പിന്നല്ല ഒന്നും പറയല്ല, ഫോണിൻ്റെ വൈഷ്ണവി നല്ല 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 വഴിയാ, ലേണി പഠിക്കാൻ പറ്റിയ വഴി. അതൊക്കെ മഞ്ഞ് കണ്ടു. യെസ്, 4 കിലോമീറ്റർ നടക്കാണ്ട് നമുക്ക്. വേഗം വരാൻ പറ, വല്ല സ്നോ ലെപ്പേർഡിൻ്റെ ഇതിൻ്റെ കടി കൊണ്ട് ചാണ്ടെങ്കിൽ നമുക്ക് വേഗം പോവാ. ഇടാന്ന് വലത്തോട്ട് നോക്ക്. പിന്നെ അത് ശരി, ഫ്രിഡ്ജിന് നീ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നല്ല വെച്ചിരിക്കുന്നേ. ഈ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് നല്ല 3 കിലോമീറ്റർ മാർക്ക് ഇപ്പോൾ എത്തിക്കില്ല നമ്മള്. ഹാട്ടു മന്ദിർ, അവിടെ മുകളിൽ എന്തൊരു മന്ദിർ പോലെ എനിക്ക് കാണുന്നുണ്ടായി, അതാണോന്ന് പറഞ്ഞൂടാ. അത് 3 കിലോമീറ്ററിന് മുകളിലേക്ക് ഉണ്ട്. 4 പോരാ, അവിടെ 4 കിലോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്.
എടാ നമുക്ക് അവിടെ പോയി ഉണ്ടാക്കടാ. പിന്നെ ഡിച്ച് ചെയ്യണോ? ഡിച്ച് ചെയ്യണ്ട, കയ്യിൽ വെച്ചോ, ഫോണല്ലേ. പങ്കാളി എടാ ഇനി നീ പിടിച്ചങ്ങോട്ട് കുറച്ചേരം കിട്ടണോ? കൈ കുറച്ച് ഞാൻ തുറന്നേ എന്റെ പുറത്തെ കാറ്റിരിക്കുന്നു. ബാഗിലിട്ടാലോന്നൊക്കെ ചോദിക്കാൻ അത് നനഞ്ഞുണ്ട്. വീണ്ടും നനഞ്ഞു. ഓ നല്ല ഹാർട്ട് ബീറ്റ് എല്ലാം കൂടുന്നുണ്ട്. നമ്മൾ നല്ല കുറച്ചുകൂടി ഒന്ന് സ്ലോ ആക്കണം. നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് അതിലത് പറ്റിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ നല്ല പോവാം. അതുണ്ട് നോക്കാം. ബാഗിലിട്ടു. എന്തായാലും കൈ കോച്ച് പിടിക്കും. കോച്ചട്ടെ നടക്ക്. എവിടെ ഡിച്ച് ചെയ്തോ നീ അതിന്? ഓ ഗൗതം വയ്യ. എടാ നീയുള്ള വെള്ളം മൊത്തം എൻ്റെ പാൻറ്റിലാക്കല്ലേ. ആയിഷായി എന്തൊരു നല്ലവനായ ഉണ്ണിയാലേ. ഫ്രീ ആയിട്ട് വണ്ടി ഇരുന്നുണ്ട്. ഇതുകൊണ്ട് കഴിച്ച് ഇത് ഫുള്ള് മഞ്ഞാണ് ഈ വഴി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ആവശ്യമില്ലാത്തൊരു പണി. ഈ കണ്ട വലിയ ഇറക്കം കണ്ട, ഇത് മൊത്തം കയറി വന്നത്. എൻ്റെ പൊന്നെ നല്ല ഫണ്ണുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. ഇത് കണ്ടോ മഞ്ഞൊക്കെ ഉണ്ടോ ഗൈസ്? ഇതുകൊണ്ട് ഗൈസ് നല്ല എന്താ പറയുക, ഇപ്പം എടുത്ത് വീണ മഞ്ഞ്. ഓ എൻ്റെ മേത്ത് മുഴുവൻ മഞ്ഞാണ്. സോറി നേരത്തെ വിട്ടല്ലേ, നല്ല വരിയുന്നുണ്ട് പെട്ടെന്ന്. ഒയ്യോ നിന്റെ ക്യാമറ. ഇത് IP എത്ര? സാധനം അത് ഊതി എന്റെ മുഖത്തേക്കാക്കി പൊട്ടിച്ച് സീൻ. ഇങ്ങോട്ട് വീഡിയോ ആണോ? ആ നീ ഇപ്പോഴും ഓണം കട്ടാക്ക, കുറെ കട്ടാക്കുന്നുണ്ട്. കോച്ചി കൈയൊക്കെ ഇല്ലാതായി ഗൈസ്. സാധനം ക്രോക്സ് ഇട്ട് ഞങ്ങൾ ഹിമാലയം കയറി. അങ്ങനത്തെ സ്ഥലം കയറി. അത്രക്കൊന്നും ഇല്ലെങ്കിലും ചത്തില്ലാന്നേ ഉള്ളു. ചെറിയൊരു എവറസ്റ്റ് കീഴടക്കി. ചെറുതായിട്ട് ചെറിയൊരു ലൈഫ് ഉണ്ട്. ഞങ്ങള് ആവശ്യമില്ലാതെ വേറൊരു വഴി കൂടെ വന്നു. ആവശ്യമില്ലായിട്ടല്ലേ, വേറെ വഴിയില്ല. അവിടെ ആ മഞ്ഞ് വഴിയും എല്ലാം നന്നോ കഷ്ടപ്പെട്ടൊക്കെ കേറി പണിഞ്ഞി. ആ ജീവൻ പറഞ്ഞ പോരാട്ടം വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കേറുക. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. വേറൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ശശിയും വെൽ വർത്തിട്ടാണ് വരണം. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, നല്ല വ്യൂ, ഒന്നും പറയാനില്ല. നല്ല നടക്കാനേ പറ്റുള്ളൂ. തെന്നു. അതെ ബൂട്ട് മേടിച്ചിട്ട് കേറാവും. എൻ്റെ അവിടുന്ന് എൻ്റെ അവിടുന്ന് തിന്ന പീസൻ്റെ പൈസ ഉണ്ട് ഈ ബൂട്ട് വാങ്ങിയിരുന്നു. വെറുതെ കഴിച്ചു പൈസ. ആ അറ്റത്ത് പോലെ നല്ല തെന്നുന്നുണ്ട്. നമ്മളടുത്ത് നല്ല സാധനങ്ങളൊന്നല്ല. അതല്ലേ പറഞ്ഞേ. എടി കണ്ണിലേക്കാ. നമ്മളെ വഴി. ആ നമ്മൾ നല്ല ഓരോ സ്റ്റെപ്പ് നല്ല അമർത്തിയാണ് നടക്കുന്നത്.
എന്നാലും തിന്നു. ഇപ്പോൾ നമ്മൾ മാക്സിമം ഈ പൊള്ളം എന്നായതുകൊണ്ട് ചവിട്ടുമ്പോൾ പെട്ടെന്ന് കട്ടായിട്ട് നല്ല തിന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ കയറുമ്പോൾ സ്കേറ്റിങ്ങിൻ്റെ സ്നോ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ സാധനമല്ലേ അത് കൊണ്ട് സെറ്റാണ്. അതായത് ബൂട്ട്സും സ്നോ ബൂട്ട്സും പിന്നെ നമ്മുടെ ആ സ്റ്റിക്കും ഉണ്ടെങ്കിൽ സെറ്റാണ്. വാ, ഇതെന്താ സംഭവം? ഡോണ്ട് മഡി ദ വാട്ടർ. നല്ല പ്യുവർ വാട്ടറൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടായി കിടക്കുന്നു. അയ്യോ, അപ്പോൾ ഗൗതമിനെ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. പോവാണ് ഗീസ്. എന്നാൽ അതെടുത്ത് നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. മെല്ലെ മെല്ലെ വൈശാഖ് അവിടെ നിന്ന് തലക്കൊരടി. ഇല്ല, നീ എത്ര തവണ പറഞ്ഞു വെച്ചിട്ട് നിന്നെ അടിക്കാൻ തുടങ്ങിയെന്നാ. ഗൈസ് നല്ല മഞ്ഞ. ഇതൊരു മരമണ്ടി ആയിരുന്നു. ആക്കല്ലേ അല്ലേ തണുത്ത് വിറച്ചിരിക്കുക. അലിഞ്ഞ് മേത്തലിഞ്ഞാൽ നല്ല രസമാവും. നനയാൻ തോന്നില്ല. ഗൈസ് കണ്ട, മണാലി പോയാൽ കിട്ടുമോ ഈ വ്യൂ? ഇല്ല, അറിയില്ല കേട്ടോ, പോയിട്ടില്ല. ഇവിടെ പിന്നെ സൈഡിൽ സാധനയിലുണ്ട്, പിടിക്കാലും നിൽക്കാമല്ലേ. എടാ ഐസ് ഉള്ളിടത്ത് കുഴപ്പമില്ലടാ, അത്ര വലിയ തെന്നൽ വരുന്നില്ല. ഐസ് ഉള്ളിടത്ത് പിടുത്തം വരുന്നുണ്ട്. ഇറങ്ങുമ്പോഴല്ലേ ഹായ് വാ. കണ്ടോ കഴിച്ചു, അവിടെ കുറേ പേര് നിന്ന് ചൂടാക്കുന്നുണ്ട്. അല്ല, നീ ആ ടെമ്പിൾ എത്ര ഉണ്ട് നോക്ക്, ഭയങ്കര ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആ ടെമ്പിൾ എത്ര ഉണ്ട് നോക്കി. എന്താ അതിൻ്റെ പേര്? കോർഗി. ഹായ്. ഹലോ. കൈ ഒടിഞ്ഞ പോലെ ഇരിക്കണേ. നല്ല ഫ്രണ്ട്ലി. കൈ ശരിയല്ലോ. ബൈ ബൈ. ഒന്നും മറന്നു വെച്ചില്ലല്ലോ. ഇപ്പം നമ്മൾ വീണ്ടും പോവുകയാണ്. അവിടുന്ന് നമ്മൾ അല്ല അങ്ങനെ കയറുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അത് മറ്റേ ബൂട്ടിലാ. കാരണം ബൂട്ടിലാകുമ്പം നമ്മളെ കാലിനുള്ളിൽ കുത്തി കയറൂല. ഇത് മണ്ടത്തരാ. സാധാ ഷൂവിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലവ് ഇട്ടോ കൂടുതൽ തണുക്കും. എനിക്ക് പേടി.
നമ്മളിവിടെ ചൂട് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ചായ കിട്ടും. ചായ നമുക്ക് ഈ വഴി പോകണം. ഈ വഴി നടക്കാനാണെങ്കിൽ കാണിക്കുന്നത്, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അരമണിക്കൂർ. മിക്കവാറും അരമണിക്കൂർ, നമ്മൾ 1 മണിക്കൂറിന് മുകളിലേക്കാവും. നല്ല ചൂടിട്ടുണ്ട്. കുറച്ച് ചൂടിട്ടിട്ട് നമ്മള് 4:50 ചായ തിളക്കുന്നു. ഇതൊക്കെ വീഡിയോ ആണാ. ബ്രൂണ നമ്മളെ പുറകിലിരുന്നടാ. ഹായ് ഹായ് ഹായ്. ഗൈസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. 1.5 കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അരമണിക്കൂർ എന്നാണ് കാണിക്കുന്നത്. നമ്മളായാലും മിക്കവാറും 1 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. പിന്നെ ഇവിടുന്ന് 8-9 മണിക്ക് ചണ്ഡീഗഡിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് എന്ന് പറയുന്നത്, നാർക്കണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ 8-9 മണീൻ്റെ ഉള്ളിൽ എങ്ങനെ നാർക്കണ്ട നമ്മളെ സ്റ്റോപ്പിലെത്തണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഉഷാറാണ്. സ്ഥലം അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ആരും പറയുന്നത് കേട്ടില്ല. എല്ലാവരും മണാലി, കുളു, ഷിമില എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത്ര നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് ഇന്നവരാരും പറയുന്നത് കേട്ടില്ല. എന്താ അറിയില്ല. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാത്തത് കൊണ്ടാണോ ഇതൊന്നും അറിയില്ല. സോ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും പൊതുവേ പറയുന്നത് മണാലി ഇതൊക്കെയാണ്. ബട്ട് ഐ റെക്കമെൻഡ് ദിസ് പ്ലേസ്. ഒന്നും പറയാനില്ല. സീന്, ട്രക്കിങ്ങിന് അടിപൊളി, മഞ്ഞ്, നേച്ചർ എല്ലാം ഉണ്ട്. മണാലി ഇതൊക്കെ പൊതുവേ എന്താ പറയുക, ബൈക്ക് റൈഡിങ് പ്ലേസ് അല്ലേ. ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയാം. ഞാൻ അധികം കണ്ടിട്ടുണ്ട് എല്ലാവരും വണ്ടി എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, പോകുന്നു. ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇത്ര വലിയ അറിവൊന്നുമില്ല ട്രക്കിങ് ഇതിനെ പറ്റി. എല്ലാവരും മണാലി പോകുന്നു പറയുന്ന നിൽക്കുന്നു. അതന്നെ. എന്താ വയ്യേ? വൈഷ്ണവി വീഴുന്നതിന് മുന്നേ ഞാൻ വീഴും തോന്നുന്നുണ്ട്. എടാ വെള്ളം തന്നെ. ഓരോരുത്തർ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ നല്ല വഴുക്കുന്നുണ്ട്. ഊർന്നിറച്ച വരവങ്ങ് വരാം. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം. എടാ അത്ര ഒറ്റക്കല്ലേ പക്ഷേ നല്ല വഴുക്കുണ്ട്. വൈശാഖിൻ്റെ ഒരു തിരിഞ്ഞിക്കുന്ന അടിപൊളി പിക്കൊക്കെ ഉണ്ട്. വൈശാഖേ ആര് ഇവരോ? അപ്പം തിരിച്ചു കയറാൻ വഴിയുണ്ട്. ഭ്രാന്താണ്. പോയേക്കാം, നടന്നോക്കാം, എവിടെയൊക്കെ എത്തും. നല്ല മഞ്ഞ. ഇത് ഫുള്ളും മഞ്ഞ റോഡായിട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ളും മഞ്ഞ റോഡാട്ടോ.
ആ മഞ്ഞ മരുന്നോ എടാ അറ്റത്തേക്ക് പോവല്ലേ വൈശാഖേ ഇങ്ങോട്ട് അവിടെ നോക്കിയല്ലേ റോഡിന്റെ ഇത്ര കട്ടിക്ക് മഞ്ഞ. ആ കണ്ട് ഞാൻ പിടിക്കില്ല, ഞാൻ വീഴുക. നല്ല തെന്നുന്നുണ്ട് ഗൈസ്. എൻ്റെ വിരലൊക്കെ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ടോ ഡൗട്ടുണ്ട്. നഖമൊക്കെ പൊട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ അവർ ടിക്കറ്റ് വെക്കുന്നുണ്ട് രണ്ടാൾക്കാർ ഇതിൽ കൂടെ അങ്ങനെ നിരങ്ങാൻ. അപ്പോൾ കയറി വരാനുള്ള വഴിയൊക്കെ ഉണ്ടാകും. എൻ്റെ ചെറുതായിട്ട് സ്കിഡായപ്പോൾ എൻ്റെ നഖം നല്ല അമർന്ന് പൊട്ടിയതുപോലെ ഉണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ട്. നോക്കാം. ലെറ്റ്സ് ഗോ. മെല്ലെ വരാനേ കഴിയുള്ളൂ. അതാ ആ സൈഡിൽ കൂടെ വഴിയുണ്ടോ? എടാ വീട് എന്റെ മോനെ എടാ 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 മൈസാക്ക് അത് ഫുള്ള് ഇതാട്ടെ, മഞ്ഞ് മാത്രമേ ഉള്ളൂ. നടന്നേ മെല്ലെ മെല്ലെ അടിച്ചു കുത്തി വീഴും. ഗൈസ് ഇവിടെ ഫുള്ള് നല്ല കട്ടി മഞ്ഞാണ്. ഇങ്ങനെ ചവിട്ടുമ്പോൾ നമുക്ക് ആ സൗണ്ട് അറിയാം. കിർക്ക് നല്ല തെന്നുന്നുണ്ട്. ഫുള്ള് അത്യാവശ്യം മലയാളികളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കേട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരെന്തായാലും അറിയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് ദാറ്റ് അണ്ടർ റേറ്റഡ്. അതെ പറയടാ. ആ ഇങ്ങനെ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ ഇങ്ങനെ. ഓക്കെ പെങ്കിങ് കയറുന്ന പോലെ കയറാനാണ് വൈശാഖിൻ്റെ അഭിപ്രായം. നോക്കട്ടെ. ആ അവിടെ വഴുക്കുണ്ട് പോവും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ റോഡ് കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് എത്തിയാൽ ജസ്റ്റ് നല്ല കാറ്റടിക്കുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും ഹുഡ് എടുത്തിടേണ്ടി വരും. വഴുക്കുന്നു. എന്നെ കാത്തു നിൽക്കൂ, ഞാനും വരുന്നു, നടന്നുകൊള്ളു. നടന്നു എന്നാ ശരി. വ്ളോഗ് വേണ്ടേ? ഇതൊക്കെ പോയല്ലേ കിട്ടുള്ളൂ അല്ലേ? സ്ലോ അല്ല, വ്ളോഗ് ചെയ്ത് എത്തുന്ന. അമ്മേ മഞ്ഞൊക്കെ അമ്മേ അമ്മക്ക് ആയ കൊടുക്കേച്ചി. ഗൗതമിന് നല്ല സ്റ്റാമിന തോന്നുന്നു. അവൻ അങ്ങ് എത്തി. ഗൗതമയ്യാ വെയിറ്റ് ഫോർ മീ. അതിൻ്റെ നഖമൊക്കെ നല്ല വേനെടുക്കുന്നുണ്ട്. നഖമൊക്കെ പൊട്ടി പോലെ ഇരിക്കുന്നുണ്ട്. ഞാനേ ഹുഡ് എടുത്തിട്ടെ, ശരിയാവില്ല. നല്ല തണുപ്പായിരുന്നു. ഗൗതമേ എന്നാ ഹാൻഡിങ് ഓവർ ടു ഗൗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഗാങ്. നമ്മളിപ്പോൾ ഏതോ കോത്തിലെത്തി. ഇനിയും കുറേ കോത്തിലേക്ക് പോകാനുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എവിടെ എത്തി. ഇനി എവിടെയൊക്കെ പോകാനുണ്ട്. ഇനിയും കുറേ പോകാനുണ്ട്. ഇതാണ് വഴി. ഇപ്പോൾ വന്ന വഴി ഇതാ. എല്ലാവരും ഇത് എത്തി. ഇനിയിപ്പോൾ എത്ര പോകാനുണ്ടെന്ന് വലിയ പിടിയൊന്നുമില്ല. കേട്ടിടത്തോളം
ഇവിടെ വേറൊരു JNU എന്ന് കുറേ മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു എന്യു എവിടെയുള്ളൊരു സ്ഥല. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരെ ബാച്ചായിട്ട് പോകുന്ന വഴി കണ്ടു. അവർ ഞങ്ങളൊക്കെ കണ്ട്, ഓ മലയാളികൾ, ഞങ്ങളും ഓ മലയാളികൾ, ഓ സുഖമല്ലേ, മേലേക്ക് എത്ര ഉണ്ട് എന്ന സ്ഥിരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പോയി. ഇതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ പോയി എൻ്റെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് എന്നാണ്. അപ്പോൾ ഇനിയും കുറച്ചധികം പോകാനുണ്ടാവും. അതാ ഞങ്ങളെ ബാച്ച് തീർച്ചയായും വീണു. കുറേ നേരമായി കയറുന്നേ, ഇനിയും കയറാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതാ അവിടെ ഒരു റോഡ് കണ്ടോ, അതിൻ്റെ മേലെ ഒരു എന്തോ കണ്ടോ, അവിടെ വരെ പോകണം. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ എന്തോ സാധനം ഉണ്ട്. ഇതെന്താ, വീണ്ടും ഒരു മന്ദിറുണ്ട്. ഈ മന്ദിറിലേക്ക് പോകുന്നില്ല എന്നാണ് എൻ്റെ ഇത്. കാണുമ്പോൾ ഒരു പേടിയൊക്കെ വന്നിട്ട് ചോദ്യം. അതാ ജസീമത വീണ്ടും വീട്ടിരിക്കുന്നു. അതാ ഞാനും വീഴാൻ പോയിരിക്കുന്നു. എല്ലാവരും വീഴുന്നു. എന്തായാലും ഇനിയും അടുത്ത കേരളത്തിലേക്കായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും പറയാനില്ല, കിടുസ്ഥലമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിതാ ആർക്കും കൈമാറണമെന്നുണ്ട്. പക്ഷെ ഒരാൾ ഹുഡി ഇടുക, മറ്റേ ആൾക്ക് സംസാരിക്കാൻ വയ്യ, ഒരാളതിൽ വേഗമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ സംസാരിക്കാം. പക്ഷേ അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഇനിയും റോഡ് ഇനിയും വിഷയമാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് കണ്ടോ, ഒടുക്കത്തെ തെന്നലാണ്, ഒന്നും പറയാനില്ല. വേറെ തെന്നലിനൊക്കെ പറഞ്ഞാൽ ഒരു 1.5 തെന്നലാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. ഞങ്ങൾക്കൊരു ഫെയർ വാണിംഗ് താഴേന്ന് കിട്ടിയതാണ്, അത് ഒഴിവാക്കി. അടുത്ത വേറൊരു വാണിംഗ് കിട്ടി, അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ മുമ്പ് ഇല്ല, ഞങ്ങൾക്ക് വന്നിട്ട് വേണം. അപ്പോൾ തൽക്കാലം ഞങ്ങൾ വ്ളോഗ് ചെയ്ത് ഇത് ഞാൻ ജസീമിന് കൊടുക്കുന്നു. ഇത് തിരിച്ച് ജസീമിനെ വ്ളോഗ് ചെയ്യാൻ കൊടുക്കുന്നു. ജസീമേ നല്ല മഞ്ഞ, ഒന്നും പറയാല്ല. മഞ്ഞത്ത് നടക്കാൻ ഒരു രസമില്ല. നടക്കാനുള്ള സാധനങ്ങൾ മറ്റേ സ്പൈക്ക് ബൂട്ടില്ലേ, അതുകൊണ്ട് ഈ സുഖ. സ്പൈക്ക് ബൂട്ടുണ്ട് ട്രക്കിങ്. അല്ലാതെ ഈ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഗൈസ്. ഇപ്പം നമ്മൾ പോകാൻ നടക്കും. എൻ്റെ വിരലൊക്കെ ഇപ്പോൾ കോച്ച് പിടിക്കും. അതുകൊണ്ട് നിരങ്ങി അവിടെ താഴെത്തും. പിന്നെ മനസ്സിലാവാത്തതാണോ? ഇതൊക്കെ എന്നിട്ട് തന്നെ വഴുക്കുന്നു. ഭയങ്കര അങ്ങോട്ട് എടുക്കില്ല കേട്ടോ, കാരണം അവിടെ കുറെ മഞ്ഞ് കുഴിഞ്ഞ സ്ഥലാ. അവിടെ വഴുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഇങ്ങനെ വന്ന. മഞ്ഞായതുകൊണ്ടാ, മഞ്ഞില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കയറുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് വ്യൂ ഉണ്ടല്ലോ. എടുത്തോ എന്താ സ്നോ എന്തൊക്കെ ഉദ്ദേശിച്ചതാ.
എനിക്ക് വലിയ ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. നീ ഉദ്ദേശിച്ചൊന്നും എനിക്ക് മനസ്സിലായി. വെള്ളം ഐസാകും. പക്ഷെ എടാ അത് വെള്ളം ഒഴുകി പോകും. ഗൈസ് സാധനം ഉള്ളിൽ കയറി ഇങ്ങനെ ഐസായി വെള്ളം. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ഓൾ ദിസ്. സീ യു ലേറ്റർ. ബൈ.